കായംകുളം കൊയ്പ്പള്ളി കാരാൺമ ഹൈസ്കൂളിൽ യു പ്രതിഭ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തന ഉദ്ഘാടനവും ക്ഷീരവികസന വകുപ്പിന്റെ സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് ഉദ്ഘാടനവും നടന്നു. യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. വളഞ്ഞണക്കാവ് കൊയ്പ്പള്ളി കാരാൺമ ഹൈസ്കൂൾ അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തന ഉദ്ഘാടനവും സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ സ്റ്റുഡൻസ് ഡയറി ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു. ആയാപറമ്പ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കുന്ന വിശിഷ്ടാതികളോട് പറയാനുള്ളത്, ഈ സ്കൂൾ ഇപ്പോൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും എൻ്റെ സ്കൂളിലെ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും മാത്രമാണ്. അവരോരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെക്കുകയും കഴിഞ്ഞ അവധിക്കാലത്ത് 2 വർഷം കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷത്തെ അവധിക്കാലത്ത് എൻ്റെ മകനടക്കം ഈ സ്കൂളിൽ കുട്ടികളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതിന് അവൻ്റെ 2 മാസത്തെ ശമ്പളം തടഞ്ഞു വെച്ച അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ തിരിച്ചു കിട്ടിയെങ്കിലും കഴിഞ്ഞ വർഷം മുഴുവൻ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും ആത്മാർത്ഥമായി ശ്രമിച്ച് മുന്നോട്ട് നീങ്ങിയതുകൊണ്ടാണ് ഈ സ്കൂൾ ഈ നിലയിലെത്തിയത്. അടുത്ത കൊല്ലം ഇതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായാലും മുനിസിപ്പൽ കൗൺസിലറായാലും മുനിസിപ്പൽ ചെയർപേഴ്സണായാലും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഈ വേദിയിലില്ലെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല രീതിയിൽ നമ്മോട് സഹകരിച്ച് പോകുന്ന ഒരു സമീപനമാണ് ചെയർപേഴ്സൺ ഉള്ളത്. നമുക്ക് ആവശ്യമുള്ള ടോയ്ലറ്റും മറ്റു കാര്യങ്ങളൊക്കെ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ശ്രമിച്ച ഈ സ്കൂള് പഴയ പ്രതാപത്തിലേക്ക് 5000 കുട്ടികൾ പഠിച്ചിരുന്ന സ്ഥാപനം വീണ്ടും 5000-ലേക്ക് എത്താൻ കാലഘട്ടത്തിൻ്റെ മാറ്റം കൊണ്ട് നടക്കത്തില്ലെങ്കിൽ പോലും അഭിമാനകരമായി നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഇന്ന് നമുക്ക് സ്പോൺസറെ കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷെ അതൊക്കെ പുറകെ വരും. സാറൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പശുക്കുട്ടിയല്ല, വേണമെങ്കിൽ ഒരു ആനക്കുട്ടി അവരെ സംഘടിപ്പിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. കാരണം വെച്ചാൽ എനിക്ക് സാർ അത്ര ഹാർഡ് വർക്കിംഗ് ആണ്. ഞാൻ വെറുതെ ഒരു ഇതിന് പറഞ്ഞല്ല, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഡെഡിക്കേഷൻ ഉള്ളൊരു മാനേജറാണ്. ഏത് സമയം എവിടെ വെച്ച് കണ്ടാലും സാർ ഈ സ്കൂളിനെ പറ്റി പറയാനേ ഉള്ളൂ കേട്ടോ. ഞാൻ സാർ ഇരുത്തി സാറിനെ പുകഴ്ത്തല്ല, ഞാനങ്ങനെ ചുമ്മാ പുകഴ്ത്തി പറയാറുമില്ല. എന്നുവെച്ചാൽ ശരിക്കും സാറ് എവിടെ കണ്ടാലും എനിക്കത് ഭയങ്കര ഒരു അതിശയം തോന്നാറുണ്ട്. ഈ സ്കൂളിനെ സ്നേഹിക്കുകയാണ് ഭയങ്കരമായിട്ട്, ഈ സ്കൂളിൻ്റെ ഉന്നമനം ലക്ഷ്യം വെക്കുകയാണ്. ഇപ്പോൾ എന്നോട് ഗ്രൗണ്ടിൻ്റെ കാര്യം 3 നിവേദനങ്ങളിലൂടെ തന്നു. പക്ഷേ നമുക്ക് എയ്ഡഡ് സ്കൂളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് നിലവിലുള്ള നിയമത്തിൽ പരിമിതികളുണ്ട്. എനിക്ക് എയ്ഡഡ് സ്കൂളിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ടോയ്ലറ്റ് ബ്ലോക്കും കിച്ചണും മാത്രമാണ്. അപ്പോൾ അത് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുണ്ട്. എന്താണെന്നുള്ളത് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. പക്ഷേ നിങ്ങൾ ചോദിച്ചോളൂ, ഈ ഗ്രൗണ്ട് ചെയ്യാൻ എത്രത്തോളം പറ്റുമെന്നറിയില്ല. ഇനി അല്ലെങ്കിൽ സ്പെഷ്യൽ സാങ്ഷൻ വല്ലതും കിട്ടുമോ, കുറച്ച് പൈസ ഞാൻ തന്നു, കുറച്ച് പൈസ നിങ്ങളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രമേ. അല്ലേ ടീച്ചർ, നമുക്ക് പറ്റത്തില്ലല്ലോ എയ്ഡഡ് ആകുമ്പോൾ. ഞങ്ങൾക്ക് ആർക്കും നഗരസഭയ്ക്കും പറ്റില്ല. പിന്നെ ഷാമില ഇവിടെ ഉണ്ട്. സ്കൂളുകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എയ്ഡഡിനടക്കം ഇഷ്ടം പോലെ അല്ലേ, ഒരുപാട് ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കൊടുക്കാനായിട്ട് നഗരസഭ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ആ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ ഒപ്പം തന്നെ തിരിച്ചു വരുന്നുണ്ട്, വിശദീകരിക്കാൻ സമയം ഉണ്ടാവില്ല. വളരെ ഭംഗിയായിട്ട് നഗരസഭയുടെ ഭാഗത്തുനിന്നും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പരിമിതി വന്നിട്ടുള്ളത്. ഇപ്പം ഗാങ്കാലി സ്കൂളിൽ ബസ് ചോദിച്ചുകൊണ്ടേ കൊടുക്കാൻ പറ്റിയത് ഗവൺമെൻറ് സ്കൂളായതുകൊണ്ടാണ്. അപ്പോൾ തന്നെ തീരുമാനിച്ചു, അവിടെ ഇരുന്ന് തന്നെ വിളിച്ച് പറഞ്ഞു ബസ് കൊടുക്കാൻ. ഇപ്പം നമ്മൾ അതിനുശേഷം ചേരാവള്ളി സ്കൂള്, പുള്ളിക്കണക്ക് സ്കൂള് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അതിനും ഏകദേശം നഗരസഭ എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. കൃഷ്ണപുരം സ്കൂളിന് 2 ബസ്സാണ് വാങ്ങിച്ചു കൊടുത്തേ. ഹെഡ് മിസ്ട്രസ് സ്മിത രാജ് സ്വാഗതം രേഖപ്പെടുത്തി. മിൽമ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ആമുഖ പ്രസംഗം നടത്തി. ക്ഷീരവികസന വകുപ്പ് ആലപ്പുഴ DD നിഷ വി ഷെറീഫ് പദ്ധതി വിശദീകരണം നടത്തി. വി പ്രസാദ്, അയ്യപ്പൻ, സംഗീത, ഗംഗാദേവി എന്നിവർ സംസാരിച്ചു. PTA സെക്രട്ടറി ബി നിമി നന്ദി രേഖപ്പെടുത്തി. CDNet ന്യൂസ് മാവേലിക്കര.